ഒരു വാശിക്ക് കിണറ്റിൽ ചാടിയാൽ എത്ര വാശി പിടിച്ചാലും തിരിച്ചു കയറാൻ പറ്റില്ല എന്ന ഒരു ചൊല്ലില്ലേ, അതുപോലെയാണ് സർക്കാരിന്റെയും CPM-ന്റെയും അവസ്ഥ ഇപ്പോൾ. പോറ്റിയെ കേറ്റിയെ പാട്ടിൽ കേസെടുത്തു, ഇനി പിന്നോട്ട് പോകാൻ ആകില്ല എന്ന അവസ്ഥ. അപ്പോൾ തുടർ നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് സൈബർ ക്രൈം പോലീസ്. പ്രതി ചേർത്തവർക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനാണ് ഇപ്പോഴത്തെ നീക്കം. വിവിധ സൈറ്റുകളിൽ നിന്ന് പാട്ട് നീക്കം ചെയ്യുന്നതിനും നീക്കം നടക്കുന്നുണ്ട്. ഒപ്പം നടപടിക്കെതിരെ ശക്തമായ വിമർശനം പ്രതിപക്ഷം ഉയർത്തുകയാണ്. പാരഡിക്കെതിരെ നീങ്ങുന്നത് തിരിച്ചടിയാകുമെന്ന വികാരം CPM-ൽ തന്നെ ഒരു വിഭാഗത്തിനുണ്ട് എന്നതാണ് സൂചന. ഗാനം ഉപയോഗിച്ച് വീഡിയോ ചെയ്തവർക്കെതിരെയും അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. അതേസമയം പരാതിക്കാരന്റെ സംഘടനയ്ക്കെതിരെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതിയും ലഭിച്ചു. ഇത് മുഖ്യമന്ത്രി തുടരന്വേഷണത്തിനായി കൈമാറി എന്നതാണ് ഇന്നത്തെ സാഹചര്യം. അപ്പോൾ പോലീസ് തുടർ നടപടിക്ക് തന്നെയാണ്. കേസിലെ പരാതിക്കാരനായ പ്രസാദ് കുഴിക്കാലയുടെ വിശദമായ മൊഴിയെടുക്കുക എന്നതാണ് ആദ്യത്തെ നടപടി. ആ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റാന്നി സ്വദേശിയായ പ്രസാദ് കുഴിക്കാലയെ കഴിഞ്ഞ ദിവസം സൈബർ പോലീസ് ബന്ധപ്പെട്ടിരുന്നു. ഇയാളുടെ മൊഴി ഉടൻ തന്നെ രേഖപ്പെടുത്തും എന്ന വിവരങ്ങൾ വരുന്നു. നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരം സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഗാനരചയിതാവ് കുഞ്ഞുപിള്ള എന്നാണ് FIR-ൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ വ്യക്തി എന്ന് പറയുന്നത് GP കുഞ്ഞബ്ദുള്ള എന്നതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. അദ്ദേഹം വിദേശത്താണുള്ളത്. ഗായകൻ ഡാനിഷ് ഉണ്ട്. പാട്ട് ചിത്രീകരിച്ച CMS മീഡിയ നിർമ്മാതാവ് സുബൈർ പന്തല്ലൂർ എന്നിവരാണ് പ്രതികൾ. ഇവരിൽ നിന്നും വരും ദിവസങ്ങളിൽ മൊഴിയെടുക്കുമെന്ന സൂചനയുണ്ട്. വിദേശത്തുള്ള ഈ ഗാനരചയിതാവ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുഞ്ഞബ്ദുള്ള ജോലി ചെയ്യുന്ന കമ്പനിക്ക് ഇത് സംബന്ധിച്ച് പോലീസ് കത്ത് നൽകും എന്ന സൂചനകളുമാണ് വരുന്നത്. അപ്പോൾ ഒരു കേസെടുത്ത സാഹചര്യത്തിൽ പോലീസിന്റെ അടുത്ത നീക്കങ്ങൾ ആണ് നമ്മൾ ഇതുവരെ പരിശോധിച്ചത്. പക്ഷേ ഈ പാരഡി ഗാനം അയ്യപ്പ ഭക്തർക്ക് വലിയ പ്രയാസമുണ്ടാക്കിയെന്നും അതുകൊണ്ടാണ് ഗാനത്തിനെതിരെ പരാതി നൽകിയതുമെന്നുമാണ് തിരുവാഭരണ സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി എന്ന് അവകാശപ്പെട്ട പ്രശാന്ത് കുഴിക്കാല ഇന്നലെ പറഞ്ഞത്. അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് ഏറെ ഭക്തി തോന്നുന്ന ഗാനമാണ് ഇത്തരത്തിലൊരു പാരഡി ഗാനമാക്കി മാറ്റിയത്. എന്നാൽ ഗാനത്തിനെതിരെ പരാതി കൊടുക്കാൻ ആരും മുന്നോട്ട് വരാത്ത സാഹചര്യത്തിലാണ് DGPക്ക് താൻ പരാതി നൽകാൻ തീരുമാനിച്ചത് എന്നൊക്കെ പ്രശാന്ത് പറഞ്ഞിരുന്നു. എന്നാൽ പാരഡി പാട്ടിനെതിരായ പരാതിക്ക് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ടെന്ന് പറഞ്ഞ് മറ്റൊരു തിരുവാഭരണ പാതാ സംരക്ഷണ സമിതി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മറ്റൊരു സംഘടനയുടെ ചെയർമാൻ K ഹരിദാസും രംഗത്ത് വന്നിരുന്നു. അപ്പോൾ ഒരേ പേരിൽ എങ്ങനെ രണ്ട് സംഘടനകൾ ഉണ്ടായി എന്നത് വലിയ സംശയമായി നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ സംശയം ഉന്നയിച്ചുകൊണ്ട് മറ്റൊരു പരാതി കൂടി വരികയാണ്. എങ്ങനെയാണ് ഒരേ പേരിൽ രണ്ട് സംഘടനകൾ ഉണ്ടായത്? ഏതാണ് യഥാർത്ഥ സംഘടന? പരാതിക്കാരന്റെ സംഘടനയെക്കുറിച്ച് അന്വേഷണം വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഇന്നിപ്പോൾ ഒരു പരാതി ലഭിച്ചത്. ആ പരാതി രജിസ്ട്രേഷൻ IG-ക്ക് കൈമാറി എന്ന വിവരമാണ് ഈ ഘട്ടത്തിലുള്ളത്. സംഘടനയ്ക്കുള്ളിൽ തന്നെ തർക്കമുണ്ട് എന്നും ഒരാളെ തള്ളി മറ്റൊരാൾ രംഗത്ത് വരുന്നതുമൊക്കെ നമ്മൾ ഇന്ന് കണ്ടിരുന്നു. ഈ പരാതി കൊടുത്തയാൾ യഥാർത്ഥ സംഘടനയിൽ നിന്ന് പുറത്തുപോയ ആളാണ് എന്നതൊക്കെ ആയിരുന്നു നിലവിലുണ്ടായിരുന്ന വാദം. എന്തായാലും ഇപ്പോൾ ഒരു പൊതുപ്രവർത്തകനാണ് ഏതാണ് യഥാർത്ഥ സംഘടന എന്ന് ചോദിച്ചുകൊണ്ട് പരാതി നൽകുന്നത്. ഇങ്ങനെ ഒരു വിവാദം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പരാതിക്കാരനെ സംബന്ധിച്ച് തന്നെ ഒരു വിവാദം ഉണ്ടായിരിക്കുന്നു. കേസിൽ വാദി പ്രതിയാകുമോ എന്നൊക്കെയുള്ള ഒരു സാഹചര്യം ഒരു ഭാഗത്തുണ്ട്. പക്ഷേ പ്രശ്നത്തിന്റെ ഗൗരവം എന്ന് പറയുന്നത് CPM ഈ വിഷയത്തെ സമീപിച്ച രീതിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പരാതിയെ പിന്തുണച്ച് CPM എത്തിയതോടുകൂടിയാണ് ഈ പാരഡി ഗാന വിവാദം വലിയ രീതിയിൽ കത്തിപ്പടർന്നത്. വലിയ വിവാദവും വിമർശനവും ഒക്കെ അതിനെതിരെ ഉയരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. ഗാനം അതിഗുരുതരമായ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണെന്നും പാരഡി ഗാനത്തിനെതിരെ CPM പരാതി നൽകുമെന്നുമാണ് രാജു എബ്രഹാം ഇന്നലെ പറഞ്ഞത്. കോൺഗ്രസും ലീഗും ചേർന്ന് തെരഞ്ഞെടുപ്പിൽ ധ്രുവീകരണത്തിന് ശ്രമിച്ചു എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു പരാതിക്കാരൻ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ചർച്ചയായതല്ല ഈ വിഷയം. അത് CPM ഗൗരവതരത്തിൽ കാണുകയും സമാനമായ അഭിപ്രായം പറയുകയും പരാതിക്കാരനെ പിന്തുണയ്ക്കുകയും ഞങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്യും എന്ന് പറഞ്ഞിടത്താണ് ഇത് ഈ രീതിയിൽ വലിയ വിവാദമായത്. രാജു എബ്രഹാമിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി നമുക്കൊന്ന് കേൾക്കാം. തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമായതുകൊണ്ട് ഇത് ഞങ്ങൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്ന കാര്യം ആലോചിക്കുകയാണ്. അപ്പോൾ നാളെ കൂടുന്ന പാർട്ടി കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനത്തിൻ്റെ പേരിൽ പരാതി നൽകും. കാരണം ഈ പാട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട്. വ്യാപകമായി ഈ പാട്ട് പാടി നടന്ന നേതാക്കന്മാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിഗുരുതരമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമായിട്ടാണ്
ഈ നടപടിയെ കാണാൻ കഴിയുകയുള്ളൂ. അപ്പോ അതിഗുരുതരമായ അച്ചടക്ക ലംഘനം എന്നതാണ് രാജു എബ്രഹാം ഇന്നലെ സൂചിപ്പിച്ചത്. എന്നാൽ ഇതുവരെ പരാതി നൽകിയിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ ഇനി തുടർന്ന് പരാതി നൽകാനുള്ള നീക്കം ഉണ്ടാകുമോ എന്ന കാര്യത്തിലും വലിയ ധാരണയുമില്ല. എന്നാൽ ഇന്ന് ഈ വിഷയത്തിൽ അല്പം നിലപാട് മയപ്പെടുത്തിയാണ് LDF കൺവീനർ സംസാരിച്ചത്. പാരഡി പാർട്ടിൽ പാർട്ടി നിലപാടെടുത്തിട്ടില്ലെന്നും കേസെടുത്തിരിക്കുന്നത് നിയമപരമായിട്ടാണ് എന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് LDF കൺവീനർ രംഗത്ത് വരുന്നത്. വിഷയത്തിൽ മറ്റൊരു പ്രതികരണം ഇന്നുണ്ടായത് മന്ത്രി വി ശിവൻകുട്ടിയിൽ നിന്നാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലായിടത്തും വേണമെന്നാണ് ഇടതുപക്ഷ നിലപാടെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നു. എന്നാൽ വ്യക്തിയെയും സമൂഹത്തെയും വേദനിപ്പിക്കാൻ പാടില്ല, വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നത് ഒഴിവാക്കണം. ഇടതുപക്ഷം ഒരു ദൈവങ്ങളെയും കളിയാക്കി പാരഡി ഗാനം ഉണ്ടാക്കിയിട്ടില്ല എന്നുമാണ് മന്ത്രി പറഞ്ഞത്. പാരഡി ഗാനങ്ങൾ ഉണ്ടാവാറുണ്ട് ധാരാളം. അതിന് തന്നെ ഒരു പ്രത്യേക ഒരു സ്പേസ് നമ്മുടെ കേരളത്തിൽ ഉണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെയോ ഒരു കാരണവശാലും വേദനപ്പെടുത്താൻ വേണ്ടി പാടില്ല. പ്രത്യേകിച്ച് നമ്മുടെ ആരാധനയും ദൈവവിശ്വാസവും ഒക്കെ തന്നെ നല്ലതുപോലെ സ്വതന്ത്രമായി ചിന്തിക്കുവാനും ഇഷ്ടമുള്ള ദൈവത്തിൽ ആരാധന നടത്തുവാനും ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. കേരളത്തിന് പ്രത്യേകിച്ച് അത് നല്ല പരിഗണനയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിശ്വാസത്തെ കളിയാക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹം വിശ്വസിക്കുന്ന ഒരു ദൈവത്തിനെ മൂർത്തിയെ കളിയാക്കുകയോ ചെയ്യുന്ന നിലയിൽ ആ സമൂഹത്തിന് വേദന ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു പാരഡി ഗാനം നമുക്കത് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമല്ല. അപ്പോൾ അതാണ് എനിക്ക് അതിനെ സംബന്ധിച്ചുള്ള സൂചിപ്പിക്കാനുള്ളത്. പക്ഷേ ഈ ഗാനത്തിന്റെ വരികൾ പരിശോധിച്ചാൽ സ്വർണ്ണക്കൊള്ളയെയാണ് ഇത് വിമർശിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല അയ്യപ്പന്റെ ഒരു ഭക്തിഗാനമാണ് ഈ പാരഡിക്കായി ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാണ്. പക്ഷേ സ്വർണ്ണക്കൊള്ളയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ആ ഗാനമുള്ളത്. ഇന്നലെ തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ്. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ വേഗത അതിനെ വിമർശിച്ചുകൊണ്ട് ഇതേ ഗാനത്തിൽ പാരഡി വന്നിട്ടുണ്ട്. അത് കൈരളിയിൽ പോയിരുന്നതാണ്. അത് ഇപ്പോഴും അവരുടെ സൈറ്റുകളിൽ ഉള്ളതാണ്. പ്രതിപക്ഷ നേതാവ് ഇന്നലെ ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ഉള്ളപ്പോഴും അതൊക്കെ ചർച്ചയായിരിക്കുമ്പോഴുമാണ് വീണ്ടും ഇത് ഏതെങ്കിലും തരത്തിൽ വിശ്വാസത്തെ ഹനിക്കുന്നതാണ്, ദൈവത്തെ ഉപയോഗപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് മന്ത്രി വി ശിവൻകുട്ടി തന്നെ രംഗത്ത് വരുന്ന സാഹചര്യമുള്ളത്. LDF കൺവീനറുടെയും ഒപ്പം തന്നെ വി ശിവൻകുട്ടിയുടെയും വാക്കുകൾ കേൾക്കുകയാണെങ്കിൽ ഈ വിഷയത്തിൽ രണ്ടു തരത്തിലുള്ള അഭിപ്രായങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്നത് നമുക്ക് വ്യക്തമാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. ഏതായാലും പാരഡി ഗാനത്തിൽ കേസെടുത്തത് തീവ്ര വലതുപക്ഷ നിലപാട് എന്നതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ വിഷയത്തിൽ പറയുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം അയ്യപ്പന്റെ സ്വർണം കവർന്നതല്ല, പാരഡി ഗാനമാണ് പ്രശ്നം. തെരഞ്ഞെടുപ്പ് പരാജയം ഏൽപ്പിച്ച ആഘാതം എത്ര വലുതാണെന്ന് ഇവരുടെ ഈ പ്രതികരണങ്ങളിലൂടെയൊക്കെ മനസ്സിലാകും എന്നതാണ് വി ഡി സതീശൻ പറഞ്ഞത്. ഒരു തരത്തിലുള്ള ഒരു മതവികാരവും വ്രണപ്പെടുത്താതെയാണ് ഈ പാരഡി ഉണ്ടായിരിക്കുന്നത്. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കൂടെ പ്രശ്നമാണ്. അതിന്മേലേക്കുള്ള കയ്യേറ്റമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. എന്നിട്ട് അതിന് വർഗീയത വരുത്താൻ വേണ്ടിയിട്ടാണ് CPM ശ്രമിക്കുന്നത്. അത് എഴുതിയ ആളുകളുടെ മതവും ജാതിയും അന്വേഷിച്ചു പോവുക. ഇത് BJP കളിക്കുന്ന, സംഘപരിവാർ കളിക്കുന്ന അതേ കളിയാണ് കേരളത്തിലെ CPM കളിക്കുന്നത്. ഇത് കേരളത്തിന് അപമാനകരമായ കാര്യമാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ഇത് ഞങ്ങൾ പരിഹാസത്തോടെ നോക്കിക്കാണുന്നു. പരിഹാസത്തോടെ ആ പാട്ട് എഴുതിയ ആളെയും അതിന് മ്യൂസിക് കൊടുത്ത ആളെയും അത് പാടിയ ആളെയും എല്ലാം ഐക്യ ജനാധിപത്യ മുന്നണി നിയമപരമായും രാഷ്ട്രീയമായും സംരക്ഷിക്കും. ഇത് തീവ്ര വലതുപക്ഷ സർക്കാരുകൾ മാത്രം ചെയ്യുന്നതാണ്. ഇത് കേരളത്തിന്, സാംസ്കാരിക കേരളത്തിന് അപമാനകരമാണ്. ഞങ്ങളിത് പരിഹാസത്തോടു കൂടിയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. ഗൗരവത്തോടു കൂടിയല്ല, പരിഹാസത്തോടു കൂടി ഈ കേസെടുത്തതിന് ഞങ്ങളതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. എന്തായാലും ആ ഗാനം, ആ പാരഡി ഗാനം എത്ര പേരെ വിഷമിപ്പിച്ചു എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. എത്ര പേര് ഇത് ഈ പാരഡി ഉണ്ടാക്കിയതാണോ കുറ്റം, അയ്യപ്പന്റെ സ്വർണം കവർന്നതാണോ കുറ്റം? ഇതാണ് വി ഡി സതീശൻ ഈ വിഷയത്തിൽ പറയുന്നത്. അദ്ദേഹം പറയുന്ന സംഘപരിവാർ സംഘടനകളുടെ അജണ്ടയാണ് ഈ രീതിയിലുള്ളത്, തീവ്ര വലതുപക്ഷത്തിന്റെയാണ് എന്നതൊക്കെ പറയുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതായാലും സംഘപരിവാർ സംഘടനകൾ പോലും അത്തരം ഒരു വിമർശനം ഉന്നയിക്കുന്നില്ല. മാത്രവുമല്ല അവർ ചർച്ചകളിൽ ഉൾപ്പെടെ
തങ്ങളുടെ നിലപാട് അതല്ല എന്ന കാര്യം ആവർത്തിക്കുക കൂടി ഈ കാര്യത്തിൽ ചെയ്യുന്നുണ്ട് എന്നത് നമ്മൾ കാണണം. എന്തായാലും പാരഡി പാട്ടിൽ കേസെടുത്തതിലൂടെ സിസ്റ്റത്തെ അപകടകരമായി ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് കേസിൽ ഈ പ്രതി ചേർത്തവരുടെ അഭിഭാഷകനായ മുഹമ്മദ് ഷാ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. പാട്ട് അപകടകരമായി ബാധിച്ചത് കൊള്ളക്കാരെയാണ്. വരികളിൽ മതത്തെ അപമാനിക്കുന്നില്ല, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നതാണ് വിഷയം. നിയമപരമായും രാഷ്ട്രീയമായും ഇതിനെ എതിർക്കും എന്നതാണ് പ്രതി ചേർക്കപ്പെട്ടവരുടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള വർഗീയത അത് വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വെള്ളാപ്പള്ളി നടേശൻ വലിയ രീതിയിൽ വർഗീയത പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അതിനെ ചിലർ എൻഡോസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും പാരഡി പാട്ട് വിവാദം വെള്ളാപ്പള്ളി നടേശൻ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പാട്ടിൻ്റെയും കൂത്തിൻ്റെയും പുറകെ പോയിട്ട് കാര്യമില്ല എന്നൊരു ഉപദേശം കൂടി വെള്ളാപ്പള്ളി നടേശൻ നൽകുന്നുണ്ട്. യാഥാർത്ഥ്യത്തോടെ തെരഞ്ഞെടുപ്പ് കാണുകയാണ് വേണ്ടതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. കഥകറിയ ഒരുപാട് ആട്ടുകൾ കാണുന്നു. വടകരക്കല്ലുണ്ടല്ലോ, ഇത് അയ്യപ്പന്റെ സുധീരനാണെന്ന് വിചാരിച്ച് പാടുന്നവരുണ്ട്. ഈ പാട്ടിന്റെ പുറകെ പോയി CPM പിടിക്കുന്നുണ്ടോ? അതൊക്കെ അവർക്ക് കാരണം അതെല്ലാം ഇപ്പൊ പാട്ട് കേൾക്കുമ്പോൾ സുഖം തോന്നും. അങ്ങനെ ഈ പാട്ടിന്റെയും കൂത്തിന്റെയും പുറകെ ഒന്നും ആരും പോയിട്ട് കാര്യമില്ല. യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കാര്യങ്ങൾ കാണുക. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു തെരഞ്ഞെടുപ്പ് ഇടതിന് ഒരു കുറവോ വലതിന് വലിയ തകർച്ചയോ എന്നും പറയാത്തില്ല. അത് ബാലൻസ് ചെയ്തപ്പോൾ പോവുകയാണ്. അതുകൊണ്ട് അടുത്ത ഭരണത്തെ സംബന്ധിച്ചിടത്തോളം മത്സരം ഇപ്പോൾ നടക്കുന്നത്. അത് ആര് വരുമെന്ന് നമുക്കൊന്നിപ്പോൾ പ്രവചിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ ഇലക്ഷന് ഇടതുപക്ഷത്തിന് ക്ഷീണം വന്നു എന്നുള്ളതുകൊണ്ട് ഇടതുപക്ഷം ഇന്ന് മുങ്ങിപ്പോയി എന്നൊന്നും ആരും കരുതുന്നത് ശരിയല്ല. കണക്ക് വെച്ച് തന്നെ ഞാൻ പറയാം. ഇതിനു മുമ്പൊക്കെ പറഞ്ഞിരുന്നത് ഈ വീണ്ടും പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്നാണ്. ഇപ്പോൾ ആര് വരുമെന്ന് പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? എന്റെ കണക്കനുസരിച്ച് അടുത്ത പ്രാവശ്യം പിണറായി തന്നെ വരും. കണക്കനുസരിച്ച്. കാരണം ഇത്രയും മോശം പരിസ്ഥിതി വന്നിട്ട് ഇങ്ങനെയല്ല കിടക്കുന്നത്. വലിയ പരിക്കില്ല എന്നാണ്. വലിയ പരിക്കില്ല. അതേ സമയത്ത് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പാർലമെന്റ് തെരഞ്ഞെടുപ്പിനുള്ള സിസ്റ്റം മാറി. ആ സിസ്റ്റം മാറുമ്പോഴത്തെ ഓരോ കുഴി എത്ര വോട്ടിന് ഓരോരുത്തരും ചെയ്യണം? 1000, 2000, 500 വോട്ടിലൊക്കെയാണ് ഓരോ അസംബ്ലി നിയോജകമണ്ഡലം. നിങ്ങളൊന്ന് ആലോചിക്കണം, ഏറ്റവും കൂടുതൽ നിയോജകമണ്ഡലങ്ങളുള്ള ജില്ലകളിലെല്ലാം ഇത് CPM മുമ്പിലാണ്. യാഥാർത്ഥ്യബോധത്തോടുകൂടി എല്ലാ കാര്യങ്ങളും പഠിക്കുക പറഞ്ഞു. ഓരോരോ പത്രക്കാരായാലും മീഡിയയായാലും അവരുടേതായ മനസ്സിലിരിക്കുന്നതനുസരിച്ച് ഒന്നും വ്യാഖ്യാനിച്ച് പറയുന്നത്. അത് കേട്ടോട്ടെ. ഈ കാണാൻ പോണ പൂരല്ല, 3 മാസം കൂടെ കഴിയുമ്പോൾ നമുക്ക് ഇനി ഒന്നുകൂടെ കാണാം. അപ്പോൾ വെള്ളാപ്പള്ളിക്ക് പറയുന്നത് ഇതൊരു വലിയ പരിക്കല്ല എന്നത് പറയുകയാണ്. പക്ഷേ അവിടെയാണ് ഈ രീതിയിലുള്ള ആർക്കും അനുകൂലിക്കാൻ പറ്റാത്ത നിലപാടുകൾ സർക്കാരിൻ്റെ ഭാഗമായവരിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നത് നമ്മൾ കാണണം. പാരഡി ഗാന വിഷയത്തിൽ ഭാരതീയ നീതിന്യായ സംഹിതയുടെ 299 വകുപ്പ് അനുസരിച്ച് മതവികാരം വ്രണപ്പെടുത്തിയതിന് കേസെടുക്കാൻ പോലും കഴിയില്ല എന്നതാണ് നിയമവൃത്തങ്ങളിലെ പ്രമുഖർ നൽകുന്ന സൂചനകൾ. അയ്യപ്പനെക്കുറിച്ചോ ശബരിമലയുടെ വിശ്വാസ പ്രമാണങ്ങളെക്കുറിച്ചോ ഇകഴ്ത്തിപ്പാടുകയാണെങ്കിൽ മാത്രമേ ആ രീതിയിലുള്ള മതവികാരം വ്രണപ്പെടുത്തലാകുകയുള്ളൂ. അപ്പോൾ ഈ പാട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ 19(1)(a) പ്രകാരമുള്ള അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽപ്പെടുന്നതാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പാരഡി പാട്ടിൽ പണിപാളി എന്ന ബോധ്യം CPM-നെ സംബന്ധിച്ചുണ്ട്. CPM അനുഭാവികൾ വരെ അത് ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ അങ്ങനത്തെ അഭിപ്രായ പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആർക്കും ഒരു തരത്തിലും അനുകൂലിക്കാൻ പറ്റില്ല ഈ നിലപാട് എന്നത് വളരെ വ്യക്തമാണ്. പക്ഷേ വരും വരായികകൾ ഓർക്കാതെ എടുത്തു ചാടിയ പാർട്ടിക്ക് ഇതിൽ നിന്ന് തിരിച്ചു കയറുക അത്ര എളുപ്പമുള്ള സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഓരോ ചുവടും ഏറ്റവും സൂക്ഷ്മതയോടെ മുന്നോട്ട് വെക്കേണ്ട സമയത്താണ് നിലപാടിൽ വീണ്ടും ഒരു വാളിച്ച സംഭവിച്ചിരിക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇനി ഏത് കാലത്തായാലും ഈ നിലപാടിൻ്റെ പേരിൽ ആരോപണം കേൾക്കേണ്ടി വരുന്ന സാഹചര്യം ഈ പാർട്ടിയെ സംബന്ധിച്ചുണ്ടാകുമെന്ന കാര്യം സംശയമില്ലാത്തതാണ്. വിനാശകാലെ വിപരീത ബുദ്ധി എന്നല്ലാണ്ട് എന്താണ് പറയുക?